കഥയുടെ തുടക്കത്തിൽ തന്നെ ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ അച്ഛനെ ബോട്ടിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിൽ കളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാണ്, മോളെ, അച്ഛൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്, മോള് വെള്ളത്തിന്റെ അടുത്ത് നിൽക്കരുത്, അഥവാ അറിയാതെ വെള്ളത്തിൽ വീണു പോയാൽ വലിയ മീൻ വന്ന് മോളെ പിടികൂടും. അപ്പോൾ മോള് തമാശ രീതിയിൽ പറയാണ്, അങ്ങനെ എന്നെ മീൻ പിടിച്ചാൽ ആ മീനിനെ ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്ത് കഴിക്കും. അപ്പോൾ അച്ഛൻ പറയാണ്, അങ്ങനെ മോൾ ചെയ്താൽ നദിയിലെ രാക്ഷസൻ വന്ന് മോളെ പിടികൂടും. അയ്യേ, അച്ഛൻ ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? രാക്ഷസനോ? അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ചിരിച്ചുകൊണ്ട് മോൾ അച്ഛനോട് പറയുകയാണ്. അപ്പോൾ അച്ഛൻ മോളോട് നദിയിലേക്ക് സൂക്ഷിച്ചു നോക്കാനായി പറയുകയാണ്. അങ്ങനെ കണ്ണെടുക്കാതെ മോൾ ശ്രദ്ധിച്ച് വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ആ സമയമാണ് പെട്ടെന്ന് ഒരു രാക്ഷസ ജീവി വെള്ളത്തിൽ നിന്ന് ചാടി വന്നത്. ആ മോള് പേടിച്ചു പോയി. എന്നാൽ ആ വന്നത് രാക്ഷസ ജീവിയൊന്നുമല്ല, തന്റെ അച്ഛൻ തന്നെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണ്. എന്നാൽ ഞെട്ടിപ്പോയ ആ മോള് കരയുകയാണ്. മോളെ, കരയല്ലേ, അച്ഛൻ തമാശക്ക് ചെയ്തതാണ്. മോൾക്ക് അച്ഛൻ ഒരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ തലകുത്തി നിന്ന് കാലുകൊണ്ട് തമാശയൊക്കെ കാണിച്ച് അച്ഛൻ കരയുന്ന മോളെ ചിരിപ്പിച്ചു. എന്നാൽ ഇവിടെ അച്ഛനെ വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് ഏതോ ഒരു ജീവി പിടികൂടിയിട്ടുണ്ട്. അച്ഛൻ പിടയുകയാണ്. ഇത് കണ്ട് മോൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. മോളുടെ വിചാരം അച്ഛൻ തന്നെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തമാശയാണ് ഇത് എന്നാണ്. എന്നാൽ പിന്നീട് വെള്ളത്തിൽ അച്ഛന്റെ രക്തമാണ് കാണുന്നത്. ഇത് കണ്ട് നാട്ടുകാരൊക്കെ ഓടി വന്നു. അവർക്ക് മനസ്സിലായി അദ്ദേഹം മരണപ്പെട്ടു എന്ന്. നദിയിലെ രാക്ഷസനാണ് അദ്ദേഹത്തെ കൊന്നത്. സോ ആ നദിയിലെ ശപിക്കപ്പെട്ട രാക്ഷസനെ പിടികൂടാൻ വന്ന മന്ത്രവാദിയാണ് ഇദ്ദേഹം. അദ്ദേഹം തന്റെ ബോട്ടിൽ നിന്നുകൊണ്ട് നദിയിലെ രാക്ഷസനെ പിടികൂടാൻ പൂജാ കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഫൈനലി അദ്ദേഹം ആ രാക്ഷസനെ കൊന്നു പിടികൂടിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ആ രാക്ഷസനായ ഭീമാകാരമായ മീനിനെ കെട്ടിത്തൂക്കുകയാണ്. അതേപോലെ ആ മന്ത്രവാദിക്ക് നാട്ടുകാരെല്ലാവരും കൂടി വലിയ തുക തന്നെ പ്രതിഫലമായി നൽകിയിട്ടുമുണ്ട്. നാട്ടുകാരൊക്കെ ഇപ്പോൾ ഈ മന്ത്രവാദിയെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ആ നാട്ടിൽ പുതുതായി വന്ന ചെൻ സാങ് എന്ന ഇദ്ദേഹം വന്നിട്ട് നാട്ടുകാരോട് പറയാണ്, ആ മന്ത്രവാദി പിടികൂടിയത് യഥാർത്ഥ രാക്ഷസനെയല്ല, അദ്ദേഹം പിടികൂടിയത് ഒരു സാധാരണ പാവം സ്റ്റിംഗ്റേനെയാണ്. സ്റ്റിംഗ്റേനെ കാണാൻ വലുപ്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അത് ആരും ഉപദ്രവിക്കത്തില്ല. ഇതൊക്കെ പറയാൻ താൻ ആരാണ് എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ, എന്റെ പേര് ചെൻ സാങ് എന്നാണ്, ഞാൻ ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയാണ്, അതേപോലെ ഞാൻ ഒരു രാക്ഷസ വേട്ടക്കാരൻ കൂടിയുമാണ്. പക്ഷെ ആ നാട്ടുകാരൊന്നും ചെൻ സാങ്ങിനെ വിശ്വസിക്കാൻ തയ്യാറല്ല. അതേപോലെ ആ മന്ത്രവാദിയും നാട്ടുകാരോട് പറയുന്നുണ്ട്, എവിടുന്നോ കേറി വന്ന ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, എന്റെ ബലമായ സംശയം ഇവനും രാക്ഷസന്റെ ആളാണ് എന്നാണ്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി ചെൻ സാങ്ങിനെ കൂട്ടത്തോടെ തല്ലുകയാണ്. എന്നിട്ട് അവര് അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടിത്തൂക്കാനായി പോവുകയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നാട്ടുകാർക്കും ഇപ്പോൾ കുറച്ച് സംശയമായി. അതായത് ചെൻ സാങ് പറഞ്ഞതിൽ അഥവാ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? അപ്പോൾ ആ മന്ത്രവാദി പറയാണ്, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ എന്റെ ശിഷ്യൻ ഈ നദിയിൽ നിങ്ങൾക്ക് വേണ്ടി ചാടുന്നതായിരിക്കും. അത് കേട്ട് ശിഷ്യൻ പേടിയോടെ നോക്കുകയാണ്. അവൻ വെള്ളത്തിൽ പേടിച്ചു നോക്കുന്ന സമയം മന്ത്രവാദി അവനെ ചവിട്ടി വെള്ളത്തിലിട്ടു. അപ്പോൾ ആദ്യം അവന് ഭയമായെങ്കിലും ആ വെള്ളത്തിൽ രാക്ഷസനൊന്നുമില്ല എന്ന് അവന് മനസ്സിലായി. നാട്ടുകാരോടൊക്കെ ഒച്ചത്തിൽ അവർ പറയാണ്, ഈ നദിയിൽ രാക്ഷസനൊന്നുമില്ല, ഇവിടെ സേഫ് ആണ്. അത് കേട്ട് നാട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ നദിയിലേക്ക് നീന്താനായി ചാടുകയാണ്. ഇവിടെ കെട്ടിത്തൂക്കിയ ചെൻ സാങ് ഈ കാഴ്ച കണ്ടപ്പോൾ ചെൻ സാങ്ങിന് ആകെ ഭയമായി. കാരണം അവനറിയാം നദിയിൽ രാക്ഷസൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ഈ സമയമാണ് ദൂരെ നിന്ന് വരുന്ന രാക്ഷസനെ ചെൻ സാങ് കാണുന്നത്. അവൻ ഒച്ചത്തിൽ അത് നാട്ടുകാരോട് പറയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരും അവൻ പറയുന്നത് കാര്യമാക്കുന്നില്ല. അവരൊക്കെ ആഘോഷത്തിന്റെ തിരക്കിലാണ്. ഇവിടെ ഈ സ്ത്രീ വെള്ളത്തിൽ നിന്ന് പാട്ടൊക്കെ പാടി സന്തോഷിക്കുമ്പോൾ എല്ലാവരും കാണുന്നത് ആ സ്ത്രീയെ ആ രാക്ഷസൻ വന്ന് വിഴുങ്ങുന്നതാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും വേഗത്തിൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടി കയറുകയാണ്. എല്ലാവർക്കും മനസ്സിലായി ചെൻ സാങ് പറഞ്ഞതാണ് സത്യമെന്ന്. മന്ത്രവാദിയുടെ ശിഷ്യൻ പറയാണ്, നമ്മൾ ആരും ഇനി പേടിക്കേണ്ട, നമ്മൾ കരയിലാണ് നിൽക്കുന്നത്, കരയിൽ നിൽക്കുന്ന നമ്മളെ നദിയിലെ രാക്ഷസന് ഒന്നും ചെയ്യാനേ പറ്റത്തില്ല. ആ സമയം രാക്ഷസൻ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. നാട്ടുകാർ എല്ലാവരും ഇത് കണ്ട് ഭയന്നു. അതായത് നദിയിലെ രാക്ഷസന് നദിയിലുള്ളവരെ മാത്രമല്ല കരയിലുള്ളവരെയും ആക്രമിക്കാനേ സാധിക്കും. എല്ലാവരും ഓടി ഒളിക്കാനായി പോവുകയാണ്. ഒരാള് മന്ത്രവാദിയെ തെറി പറയുകയാണ്, താനല്ലേ പറഞ്ഞത് ഇനി രാക്ഷസനൊന്നും വരത്തില്ല എന്ന്, താൻ ഞങ്ങളെ ചതിച്ചതാണല്ലേ? അപ്പോൾ ഈ സമയം അദ്ദേഹത്തെയും ആ രാക്ഷസൻ പിടികൂടുകയാണ്. ഇത് കണ്ട് മന്ത്രവാദി ആകെ പേടിച്ചുപോയി. അദ്ദേഹത്തിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ സമയം ചെൻ സാങ് എല്ലാവരോടും ഒച്ചത്തിൽ പറയാണ്, ആരും ഓടരുത്, നിങ്ങൾ ഓടി ബഹളം വെക്കുമ്പോൾ മാത്രമേ രാക്ഷസൻ നിങ്ങളെ ആക്രമിക്കത്തുള്ളൂ. എല്ലാവരും അനങ്ങാതെ ചത്ത പോലെ നിന്നാൽ മതി. ഇപ്പോൾ
അപ്പോൾ നാട്ടുകാരൊക്കെ ചെൻസാങ് പാടുന്നത് കേട്ടു. അവരൊക്കെ അനങ്ങാതെ ഒച്ച വെക്കാതെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ കൊച്ചു പെൺകുട്ടി ദൂരെ നിൽക്കുന്ന അമ്മയെ നോക്കി കരയുകയാണ്. അമ്മ മോളോട് അവിടെ തന്നെ അനങ്ങാതെ നിൽക്ക് എന്ന് പറഞ്ഞെങ്കിലും ആ മോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ ചെൻസാങ്ങും ഒച്ചത്തിലും ആ കുട്ടിയോട് മോളെ ഓടരുത്, അവിടെ തന്നെ നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കുട്ടി അമ്മയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ്. ഈ സമയം രാക്ഷസൻ ആ കുട്ടിയെ പിടികൂടി. ഇത് കണ്ട് ആ അമ്മ തന്റെ മകളെ രക്ഷിക്കാനായി രാക്ഷസന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും രാക്ഷസൻ പിടികൂടിയ തന്റെ മകളുടെ കാലിൽ ചാടി പിടിക്കുകയും ചെയ്തു. രാക്ഷസന് തന്റെ മകളെ വിട്ടുകൊടുക്കാൻ ആ അമ്മ തയ്യാറല്ല. ആ അമ്മയെ സഹായിക്കാനായിട്ട് നാട്ടുകാരും ഓടിയെത്തി. എന്നാൽ കാര്യമില്ല, ആ രാക്ഷസൻ ആ കുട്ടിയെ വിഴുങ്ങുകയാണ്. ഇത് കണ്ട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും രാക്ഷസനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആ അമ്മ വെള്ളത്തിലേക്ക് ചാടുകയാണ്. എന്നിട്ട് രാക്ഷസനോട് എന്റെ മകളെ തിരിച്ചുതാ എന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ആ രാക്ഷസൻ വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വന്നതായി കാണാം. ഇപ്പോഴാണ് ജനങ്ങൾ ആ രാക്ഷസന്റെ യഥാർത്ഥ രൂപം കാണുന്നത്. രാക്ഷസൻ ആ അമ്മയും വിഴുങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു പാലം രാക്ഷസൻ തകർത്തു. അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞും രാക്ഷസന്റെ വായിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ കഥാനായകനായ ചെൻസാങ് തന്റെ കയ്യിലെ കെട്ടൊക്കെ അയച്ച് ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വന്ന രാക്ഷസൻ ചെൻസാങ്ങിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ച ചെൻസാങ്ങിനോട് ആ കുഞ്ഞിന്റെ അമ്മയും നാട്ടുകാരും നന്ദി അറിയിച്ചു. ഫൈനലി ചെൻസാങ്ങും ആ നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിസാഹസികമായി ആ രാക്ഷസനെ പരാജയപ്പെടുത്തി. കരക്കടിഞ്ഞ ആ രാക്ഷസ ജീവി ഒരു മനുഷ്യ രൂപമായി മാറിയത് നമ്മൾക്ക് ഇവിടെ കാണാം. അതായത് ഈ മനുഷ്യന്റെ ശരീരത്തിലാണ് ആ രാക്ഷസൻ കയറി കൂടിയത്. അദ്ദേഹത്തെ ജനങ്ങൾ എല്ലാവരും കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ചെൻസാങ് നാട്ടുകാരോട് പറയാണ്, ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കരുത്, ഇതൊക്കെ ചെയ്തത് അവനല്ല, അവന്റെ ശരീരത്തിൽ കയറി കൂടിയ രാക്ഷസനാണ്. ഞാൻ ഒരു രാക്ഷസ വേട്ടക്കാരനാണ്, അവന്റെ ശരീരത്തിലെ രാക്ഷസനെ മുഴുവനായിട്ടും ഞാൻ ഇല്ലാതെയാക്കിക്കോളാം. അപ്പോൾ ചെൻസാങ് ഉപയോഗിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേരാണ് 300 നഴ്സറി റൈംസ്. അതിലെ റൈംസ് പാടിക്കൊണ്ടാണ് രാക്ഷസനെ ഇല്ലാതെയാക്കാൻ ചെൻസാങ് പോകുന്നത്. അതാണ് രാക്ഷസ വേട്ടക്കാരനായ ചെൻസാങ്ങിന്റെ ഒരു രീതി. എന്നാൽ ചെൻസാങ് ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയം രാക്ഷസൻ കയറിക്കൂടിയ മനുഷ്യന് വയലന്റ് ആവുകയും ചെൻസാങ്ങിനെ ആക്രമിക്കാനും തുടങ്ങി. ആ സമയം ഒരു സ്ത്രീ അവിടെ എത്തുകയും രാക്ഷസനെ തിരിച്ച് ചവിട്ടിക്കൂട്ടി ഒരു ചാക്കിലാക്കുകയാണ്. അതായത് ആ രാക്ഷസനെ തളച്ചുകൊണ്ട് ഈ ഒരു പന്തിന്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. സോ ഈ സ്ത്രീയാണ് നമ്മുടെ കഥാനായിക. പുള്ളിക്കാരിയുടെ പേര് ദുവാൻ എന്നാണ്. ചെൻസാങ്ങിനെ പോലെ മറ്റൊരു രാക്ഷസ വേട്ടക്കാരിയാണ് ദുവാൻ. എന്നാൽ പുള്ളിക്കാരി ചെൻസാങ്ങിനെ പോലെ 300 നഴ്സറി റൈംസ് അല്ല, പകരം ഈ ഒരു മാജിക് ബാങ്കിളാണ് രാക്ഷസന്മാരെ പിടികൂടാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും ഇവിടെ നാട്ടുകാരെല്ലാവരും ചെൻസാങ്ങിനോടല്ല ദുവാനോടാണ് നന്ദി പറയുന്നത്. ഇദ്ദേഹമാണ് ചെൻസാങ്ങിന്റെ മാസ്റ്റർ. ചെൻസാങ് മാസ്റ്ററിന്റെ അടുത്തേക്ക് സങ്കടത്തോടെ പോവുകയാണ്. കാരണം രാക്ഷസനെ മറ്റൊരു സ്ത്രീ പിടിച്ചെങ്കിലും രാക്ഷസൻ കുറച്ച് ആളുകളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാനാവാത്ത സങ്കടമാണ് ചെൻസാങ്ങിന് ഇപ്പോൾ ഉള്ളത്. മാസ്റ്റർ ആ രാക്ഷസന്റെ ചരിത്രത്തെ കുറിച്ച് ചെൻസാങ്ങിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരിക്കൽ അവൻ നദിയിൽ അപകടത്തിൽപ്പെട്ട ഒരു കൊച്ചുകുട്ടിയെ രക്ഷിച്ചു. എന്നാൽ ഇത് കണ്ട നാട്ടുകാർ അവൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ നാട്ടുകാർ അവനെ ശിക്ഷിക്കുകയാണ്. അവനെ കൊന്നുകളയുകയും അവന്റെ ശരീരം നദിയിലെ മീനുകൾക്ക് തിന്നാനായി ഇട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവന്റെ ആത്മാവ് രാക്ഷസനായിട്ട് മടങ്ങിയെത്തി. അതിനുശേഷമാണ് അവൻ ആ നാട്ടുകാരോട് പ്രതികാരം ചെയ്യാൻ തിരിച്ചെത്തിയത്. എന്തായാലും ഇവിടെ തനിക്ക് രാക്ഷസൻ പിടികൂടിയ മനുഷ്യരെ രക്ഷിക്കാനാവാത്ത സങ്കടത്തിൽ ചെൻസാങ് പൊട്ടിക്കരയുമ്പോൾ മാസ്റ്റർ ചെൻസാങ്ങിനെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു കമിതാക്കൾ ആരുമില്ലാത്ത ഒരു ഭക്ഷണശാലയിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പോർക്ക് ഗ്രില്ലാണ്. ലോകത്ത് എവിടെയും കിട്ടാത്ത രുചിയുള്ള പന്നി ഇറച്ചിയാണ് അവിടെ വിൽക്കുന്നത്. ആ കമിതാക്കൾ അത് കഴിക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള പോർക്കാണ് ഇത് എന്നൊക്കെ അവര് പറയുമ്പോൾ അവിടുത്തെ വെയിറ്റർ അവരുടെ അടുത്ത് വന്നിട്ട് ഇതുണ്ടാക്കിയത് ഞാനല്ല, മാസ്റ്റർ ഓഫ് മീറ്റ് എന്ന് അറിയപ്പെടുന്ന KL ഹോഗ് എന്ന ഇദ്ദേഹമാണ്. അദ്ദേഹത്തോട് ഇവർ അദ്ദേഹത്തിന്റെ പോർക്കിന്റെ രഹസ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം വായ തുറന്ന് ഒന്നും പറയുന്നില്ല. ആക്ഷൻസ് കാണിച്ചുകൊണ്ടാണ് അവരുമായി സംഭാഷണം നടത്തുന്നത്. സോ പുള്ളിക്കാരി തന്നെ കാമുകനോട് നമുക്ക് ഇവിടുന്ന് പോകാം, എനിക്കെന്തോ പേടിയാകുന്ന പോലെ ആകുന്നു എന്ന് കാമുകനോട് പറയുകയാണ്. ഈ സമയം KL ഹോഗ് ദേഷ്യത്തിൽ വായ തുറക്കുകയാണ്. അത് കണ്ട് അവര് രണ്ടുപേരും പേടിച്ചു. അതായത് KL ഹോഗ് ഒരു രാക്ഷസനാണ്. ആ കമിതാക്കൾ ഓടി രക്ഷപ്പെടുമ്പോൾ കാണുന്നത് അവിടെ പോർക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിന്റെ അകത്തുള്ളത് മനുഷ്യ ശരീരങ്ങളാണ്. KL ഹോഗ് അവരുടെ പിന്നാലെ വന്ന് അവരെ രണ്ടുപേരും കൊന്നുകളഞ്ഞു. സോ KL ഹോഗ് എന്ന രാക്ഷസനെ കുറിച്ച് മനസ്സിലാക്കിയ ചെൻസാങ് അവനെ പിടികൂടാനായി അവന്റെ സ്ഥലത്ത്
എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒരു സ്ത്രീയാണ് ചെൻസാങ്ങിനെ സ്വാഗതം ചെയ്തത്. എന്നാൽ പുള്ളിക്കാരിയും ഒരു രാക്ഷസിയാണ് എന്ന് ചെൻസാങ്ങിന് അറിയാം. ഞാൻ ഒരു രാക്ഷസ വേട്ടക്കാരനാണ്. കെഎൽ ഹോഗിനെ പിടികൂടാനാണ് ഞാൻ ഇവിടെ വന്നത്. രാക്ഷസനോ? ഇവിടെ രാക്ഷസന്മാരൊന്നുമില്ല എന്ന് ആ സ്ത്രീ മറുപടി കൊടുത്തു. അപ്പോൾ ചെൻസാങ് ആ സ്ത്രീയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പുള്ളിക്കാരി വളരെ നിസ്സാരമായിട്ട് അത് ബ്ലോക്ക് ചെയ്തു. എന്നാൽ അവിടെ ദുവാൻ എത്തുകയാണ്. ദുവാൻ അവിടെ എത്തി ആ സ്ത്രീയെ അറ്റാക്ക് ചെയ്ത് പരാജയപ്പെടുത്തി. പിന്നീട് അവിടെ ഒരുപാട് രാക്ഷസന്മാരും ദുവാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ പുള്ളിക്കാരി തന്റെ മാജിക് ബാങ്കുകളുടെ ശക്തി ഉപയോഗിച്ച് തിരിച്ച് ആക്രമിച്ച് ഇല്ലാതെയാക്കി. പുള്ളിക്കാരുടെ ഈ ശക്തിയൊക്കെ കണ്ട് ചെൻസാങ് ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഫൈനലി കെഎൽ ഹോഗ് അവിടെ എത്തുകയാണ്. അങ്ങനെ കെഎൽ ഹോഗും ദുവാനും തമ്മിലുള്ള ഫൈറ്റ് ആണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും കെഎൽ ഹോഗിനെ പുള്ളിക്കാരിക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം ശക്തനായിട്ടുള്ള രാക്ഷസനാണ് കെഎൽ ഹോഗ്. അതേപോലെ അവര് തമ്മിൽ ഫൈറ്റ് നടക്കുന്ന സമയം കെഎൽ ഹോഗിന്റെ മനുഷ്യരൂപം വിചിത്രമായ അഥവാ ഭയാനകമായ പന്നിയുടെ രൂപമായി മാറുന്നൊക്കെയുണ്ട്. എന്തായാലും ഫൈനലി ദുവാന് കെഎൽ ഹോഗിനെ പിടിച്ച് ചാക്കിലാക്കിയിട്ടുണ്ട്. എന്നാൽ ശക്തനായ കെഎൽ ഹോഗ് ആ ചാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ദുവാനെയും ചെൻസാങ്ങിനെയും ആക്രമിക്കാൻ വരികയാണ്. എന്നാൽ ഒരുവിധം അവര് രണ്ടുപേരും ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഓൾമോസ്റ്റ് 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. അടുത്ത ദിവസം നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെൻസാങ് മാസ്റ്ററിനോട് പറഞ്ഞു. അപ്പോൾ കെഎൽ ഹോഗ് എന്ന രാക്ഷസന്റെ ചരിത്രം മാസ്റ്റർ പറയുകയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ ലോകത്ത് അദ്ദേഹം ഏറെ സ്നേഹിച്ചത് തന്റെ ഭാര്യയാണ്. എന്നാൽ അവന്റെ ഭാര്യ മറ്റൊരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കൂടെ അവനെ ചതിച്ചു. അതിനുശേഷമാണ് അവൻ രാക്ഷസനായി മാറിയത്. രാക്ഷസനായ കെഎൽ ഹോഗ് പിന്നീട് ഓരോ കമിതാക്കളെയും കൊല്ലാൻ ആരംഭിച്ചു. അവരെ കൊന്നു കഴിഞ്ഞാൽ പന്നിയുടെ ശരീരത്തിന്റെ അകത്ത് കെട്ടിവെച്ച് പാചകം ചെയ്യും. അതാണ് അവന്റെ രീതി. മാസ്റ്റർ, പക്ഷെ അവൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. അവനെ പിടിക്കാൻ എന്താണ് വഴി? അപ്പോൾ മാസ്റ്റർ പറയാണ്, 5 ഫിംഗേഴ്സ് എന്ന ഒരു മാലയുണ്ട്. ആ മാലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ബുദ്ധയുടെ ഒരു അമ്പലമുണ്ട്. മങ്കി കിങ് എന്നറിയപ്പെടുന്ന കുരങ്ങന്മാരുടെ രാജാവ് കഴിഞ്ഞ 500 വർഷമായിട്ട് അവിടെയാണ് വസിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടാൽ ഇതിന്റെ വഴി എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു തരും. അതേപോലെ മാസ്റ്റർ പറയുന്ന ഒരു കാര്യമാണ്, മങ്കി കിങ് ശക്തനാണെങ്കിൽ കൂടി ബുദ്ധയുടെ ശിക്ഷ ഏറ്റുവാങ്ങിയാണ് അവൻ അവിടെ ജീവിക്കുന്നത്. അങ്ങനെ 5 ഫിംഗർ മൗണ്ടനിലേക്ക് പോകാൻ ചെൻസാങ് തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെൻസാങ്ങിനെ കാണാനായിട്ട് ദുവാനും പുള്ളിക്കാരുടെ ടീംമേറ്റ്സ് ആയ മറ്റു രാക്ഷസ വേട്ടക്കാരും എത്തിയിട്ടുണ്ട്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ ദുവാൻ തന്റെ സഹോദരിയോട് ഒരു കാര്യം പറയുകയാണ്. അത് വേറൊന്നുമല്ല, ദുവാന് ചെൻസാങ്ങിനെ ഇഷ്ടമുണ്ട്. എന്നാൽ പുള്ളിക്കാരിക്ക് അറിയാം സന്യാസിയാവാനായി പോകുന്ന ചെൻസാങ് തന്റെ ഇഷ്ടം സ്വീകരിക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്റെ ഇഷ്ടം എങ്ങനെയാണ് അവനോട് പറയേണ്ടത് എന്നൊക്കെയാണ് ദുവാൻ സഹോദരിയോട് ചോദിക്കുന്നത്. അപ്പോൾ അവനെ വളർത്താനുള്ള ഐഡിയാസ് പുള്ളിക്കാരി ദുവാന് പറഞ്ഞു കൊടുത്തു. അതൊക്കെ പ്രയോഗിക്കാനായി ദുവാൻ ചെൻസാങ്ങിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ അവൻ തനിച്ചാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നമ്മൾക്ക് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ ദുവാൻ പറഞ്ഞെങ്കിലും ചെൻസാങ് അതിന് തയ്യാറല്ല. കാരണം കുടുംബ ജീവിതമൊന്നുമല്ല അവന്റെ ലക്ഷ്യം. ഈ സമയം അവര് നിൽക്കുന്ന ആ സ്ഥലത്ത് എന്തോ വലിയ അപകടം വരണേ പോകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ അവരെ ആക്രമിക്കാനായി എത്തിയത് വേറെ ആരുമല്ല, കെഎൽ ഹോഗ് എന്ന രാക്ഷസനാണ്. കെഎൽ ഹോഗ് അവരെ അറ്റാക്ക് ചെയ്യാൻ പിന്നാലെ വരുമ്പോൾ അവരെല്ലാവരും വണ്ടിയിൽ കയറി പെട്ടെന്ന് സ്ഥലം വിട്ടു. എന്നാൽ പിന്നിൽ നോക്കിയപ്പോൾ അവർക്ക് കെഎൽ ഹോഗിനെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ദാ കെഎൽ ഹോഗ് അവരുടെ മുന്നിൽ ആക്രമിക്കാനായി വേഗത്തിൽ ഓടി വരുന്നു. അപ്പോൾ ദുവാന് ചെൻസാങ്ങിനെ രക്ഷിക്കാനായി അവനെ വണ്ടിയിൽ നിന്ന് പുറത്തിട്ടു. ആ വണ്ടിയും കെഎൽ ഹോഗും തമ്മിൽ കൂട്ടിയിടിച്ചു. ചെൻസാങ് ദുവാന്റെ അടുത്തേക്ക് ഓടിയെത്തി. പുള്ളിക്കാരി കണ്ണു തുറക്കുന്നില്ല. അതായത് ദുവാൻ മരണപ്പെട്ടു എന്ന് കരുതി ചെൻസാങ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ദുവാന് പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് ചിരിച്ചുകൊണ്ട്, അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെൻസാങ്ങിനെ കെട്ടിപ്പിടിച്ചു. സോ ചെൻസാങ്ങിനും ദുവാനെ ഇഷ്ടമാണ്. എന്നാൽ അവൻ അത് തുറന്നു പറയാനോ സമ്മതിക്കാനോ തയ്യാറല്ല. എന്തായാലും ഇവിടെ വീണ്ടും കെഎൽ ഹോഗ് അവരുടെ അടുത്തേക്ക് വന്നതായി കാണാം. എന്നാൽ ആ സമയം കെഎൽ ഹോഗിനെ തിരിച്ച് ആക്രമിക്കാനായി വലിയ ഒരു കടുവ എത്തിയതായി കാണാം. അതായത് കടുവയുടെ ശക്തിയുള്ള രാക്ഷസ വേട്ടക്കാരനാണ് ടൈഗർ. ടൈഗർ മാത്രമല്ല അവിടെ എത്തിയത്, ഓൾമൈറ്റി ഫൂട്ട് എന്ന ഈ രാക്ഷസ വേട്ടക്കാരനും അതേപോലെ പ്രിൻസ് എന്ന രാക്ഷസ വേട്ടക്കാരനും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവര് 3 പേര് ശ്രമിച്ചിട്ടും അവർക്ക് കെഎൽ ഹോഗിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതായത് കെഎൽ ഹോഗ് അവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം നമ്മുടെ ചെൻസാങ് 5 ഫിംഗർ മൗണ്ടനിലേക്ക് തനിച്ച് യാത്ര ആരംഭിച്ചു. ഫൈനലി അത്രയും ഉയരമുള്ള ആ മലയുടെ മുകളിലേക്ക് അവൻ തനിച്ച് കയറി എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ ബുദ്ധയുടെ അമ്പലം എവിടെയാണ് എന്ന്
മാത്രം അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് സന്യസിക്കുമ്പോഴാണ് ദൂരെ ബുദ്ധയുടെ തല അവൻ കണ്ടത്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ചെൻസാങ് പുറപ്പെടുകയാണ്. ദിവസങ്ങളുടെ കഷ്ടപ്പാടിന് ഒടുവിൽ ചെൻസാങ് ആ സ്ഥലത്തെത്തി. അവിടെ ഒരു ഗുഹ കണ്ടപ്പോൾ അത് തന്നെയാണ് മാസ്റ്റർ പറഞ്ഞ മങ്കി കിങ് താമസിക്കുന്ന ഗുഹ എന്ന് ചെൻസാങ്ങിന് മനസ്സിലായി. അവിടെ ചാടി കയറിയപ്പോൾ അവിടെ മങ്കി കിങ് ഓടി വരികയാണ്. ചെൻസാങ് കരുതിയത് മങ്കി കിങ് ഒരു കുരങ്ങനായിരിക്കും എന്നാണ്. എന്നാൽ മങ്കി കിങ് ഇവിടെ മനുഷ്യ രൂപത്തിലാണുള്ളത്. മങ്കി കിങ് സന്തോഷത്തിൽ ചെൻസാങ്ങിനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. കാരണം 500 വർഷത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു മനുഷ്യനെ കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് മനുഷ്യ രൂപത്തിലായത് എന്ന് ചെൻസാങ് മങ്കി കിങ്ങിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, 500 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വെറും സാധാരണ ഒരു കുരങ്ങൻ മാത്രമായിരുന്നു. ആ സമയം ബുദ്ധയോട് എനിക്ക് ചില വിയോജിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ബുദ്ധ എന്നെ ഈ ഗുഹയുടെ അകത്ത് അടച്ചത്. കഴിഞ്ഞ 500 വർഷമായിട്ട് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നു. 500 വർഷമായിട്ട് ഞാൻ ഈ ഗുഹയുടെ വെളിയിൽ പോയിട്ടില്ല. എനിക്ക് പോകാൻ സാധിക്കുകയുമില്ല. അങ്ങനെ 500 വർഷം കൊണ്ട് കുരങ്ങനായ ഞാൻ മനുഷ്യനായിട്ട് ഇവോൾവ് ആയി. അങ്ങനെയാണ് എനിക്ക് മനുഷ്യ രൂപം ലഭിച്ചത്. സോ അതിനുശേഷം ചെൻസാങ് താൻ വന്ന കാര്യം പറയുകയാണ്. അതായത് ഞാനും അതേപോലെ മറ്റു രാക്ഷസ വേട്ടക്കാരും ഒരുപാട് തവണ കേൽ ഹോഗ് എന്ന രാക്ഷസനെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ തവണയും അവനെ ഞങ്ങൾക്ക് മിസ്സായി. അവനെ പിടികൂടാൻ താങ്കൾ എന്നെ സഹായിക്കണം. അതിനുള്ള വഴി പറഞ്ഞു തരണം. അപ്പോൾ അദ്ദേഹം കേൽ ഹോഗിന്റെ വീക്ക്നെസ് പറയുകയാണ്. അവൻ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവന്റെ ഭാര്യ ഫുൾ മൂൺ ഉള്ള രാത്രിയിൽ ചന്ദ്രന്റെ മുന്നിൽ നിന്നുകൊണ്ട് പാട്ട് പാടി നൃത്തം ചെയ്യുന്നത്. സോ സുന്ദരിയായ ഒരു സ്ത്രീ ഫുൾ മൂൺ ഉള്ള രാത്രി പാട്ട് പാടി നൃത്തം ചെയ്യുകയാണെങ്കിൽ അത് അവനെ ആകർഷിക്കും. അവൻ തീർച്ചയായിട്ടും എത്തും. അവൻ എത്തിയാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചെൻസാങ് ചോദിച്ചപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് മങ്കി കിങ് പറയുകയാണ്. എന്നാൽ പാട്ട് പാടാനും നൃത്തം ചെയ്യാനും അവിടെ സുന്ദരിയായ സ്ത്രീയൊന്നുമില്ല. അപ്പോഴാണ് അവിടത്തേക്ക് ദുവാൻ എത്തിയത്. പുള്ളിക്കാരി ചെൻസാങ്ങിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അവര് സംസാരിക്കുന്നതൊക്കെ പുള്ളിക്കാരി കേട്ടിട്ടുമുണ്ട്. പുള്ളിക്കാരി പറയാണ്, പാട്ട് പാടി നൃത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നൃത്തം ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് മങ്കി കിങ് ദുവാന് കാണിച്ചു കൊടുത്തു. സോ ഇന്ന് ഫുൾ മൂൺ ഉള്ള രാത്രിയാണ്. ദുവാന് പാട്ട് പാടി നൃത്തം ചെയ്യാനായി ഒരുങ്ങി നിന്നു. പുള്ളിക്കാരി പാട്ട് പാടി നൃത്തം ചെയ്യുമ്പോൾ നമ്മുടെ ചെൻസാങ്ങിന് പുള്ളിക്കാരിയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നൊക്കെയുണ്ട്. എന്നാൽ നമ്മൾക്കറിയാം ചെൻസാങ് അത് ഒരിക്കലും പ്രകടിപ്പിക്കുകയോ തുറന്നു പറയുകയോ ചെയ്യുന്നതല്ല. എന്തായാലും ഇവിടെ കേൽ ഹോഗ് എത്തിയിട്ടുണ്ട്. കേൽ ഹോഗ് അവിടെ എത്തിയപ്പോൾ മങ്കി കിങ് അദ്ദേഹത്തിന്റെ ഗുഹയിൽ നിന്ന് ചില മന്ത്രങ്ങൾ പറയുകയാണ്. അത് കേൽ ഹോഗിനെ ഗുഹയുടെ അകത്തേക്ക് ആകർഷിച്ചു. ആൻഡ് ഫൈനലി മങ്കി കിങ് കേൽ ഹോഗിനെ വെറും ഒരു കുട്ടി പന്നിയാക്കിയതായി കാണാം. അതായത് രാക്ഷസനായ കേൽ ഹോഗിനെ മങ്കി കിങ് പരാജയപ്പെടുത്തി. ദുവാന് ആ കുട്ടി പന്നിയെ ചാക്കിലാക്കി പന്തിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്കാരി വീണ്ടും തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ചെൻസാങ്ങിനോട് പറയുകയാണ്. എന്നാൽ ചെൻസാങ് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ദുവാന് തന്റെ മാജിക് ബാങ്കിൾ അയച്ച് ചെൻസാങ്ങിന്റെ വിരലിൽ മോതിരമായി ഇട്ടുകൊടുത്തു. എന്നാൽ ചെൻസാങ് അത് അഴിക്കാനേ നോക്കുമ്പോൾ എങ്ങനെയും അത് അഴിക്കാനേ പറ്റുന്നില്ല. അത് നിനക്ക് ഒരിക്കലും അഴിക്കാൻ പറ്റത്തില്ല, കാരണം അത് എന്റെ മനസ്സാണ് എന്നൊക്കെ ദുവാൻ പറഞ്ഞു. എനിക്ക് ഇത് അഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്റെ വിരല് തന്നെ മുറിച്ച് മാറ്റാനായിട്ട് പോവുകയാണ് എന്ന് ചെൻസാങ് പറയുകയാണ്. എന്നിട്ട് ഒരു കല്ല് വെച്ച് വിരൽ മുറിക്കാനായി പോവുകയാണ്. എന്നാൽ ദുവാൻ അത് തടഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി ആ മോതിരം അയച്ചിട്ട് സങ്കടത്തോടെ ഞാൻ ഇനി ഒരിക്കലും നിനക്ക് ശല്യമായി വരത്തില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം മങ്കി കിങ്ങിനോട് സഹായിച്ചതിന് നന്ദി പറഞ്ഞ് ആ ഗുഹയിൽ നിന്ന് ചെൻസാങ് പുറത്തിറങ്ങി. അപ്പോൾ ചെൻസാങ് ഫുൾ മൂൺ കാണുകയാണ്. ദുവാനെയാണ് ഇപ്പോൾ ചെൻസാങ്ങിന്റെ മനസ്സിലുള്ളത്. പുള്ളിക്കാരിയെ തനിക്ക് ഇഷ്ടമാണ്. എന്നാൽ സന്യാസിയാവാൻ ലക്ഷ്യമുള്ള ചെൻസാങ്ങിന് അവളുടെ ഇഷ്ടം സ്വീകരിക്കാൻ പറ്റത്തില്ല. ചെൻസാങ് അവിടെ ഇരിക്കുന്ന സമയം ആ സ്ഥലം ഒട്ടാകെ കത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മങ്കി കിങ്ങിന്റെ ട്രിക്കാണ്. അദ്ദേഹം 500 വർഷങ്ങൾക്ക് ശേഷം ബുദ്ധയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 500 വർഷങ്ങൾക്ക് ശേഷം മങ്കി കിങ് ഇപ്പോൾ കുരങ്ങന്റെ രൂപത്തിൽ തന്നെ മാറിയതായി കാണാം. അദ്ദേഹം പറയാണ്, ഞാനാണ് യഥാർത്ഥ ദൈവം. നീ സന്യസിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി ആയിരിക്കണം. അപ്പോൾ അതിന് സമ്മതിക്കാൻ ചെൻസാങ് തയ്യാറല്ല. കാരണം അവൻ ബുദ്ധയുടെ മാർഗം മാത്രമേ സ്വീകരിക്കൂ. അപ്പോൾ ദേഷ്യത്തിൽ മങ്കി കിങ് അവനെ ഉപദ്രവിക്കാനായി അവന്റെ മുടിയൊക്കെ വലിച്ചു കീറുകയാണ്. അത്രയും വേദന സഹിച്ചിട്ടും മങ്കി കിങ്ങിനെ ദൈവമായി കാണാൻ ചെൻസാങ് തയ്യാറല്ല. ഈ സമയം അവിടെ ഓൾമൈറ്റി ഫൂട്ട്, ടൈഗർ, പ്രിൻസ് ഇവര് 3 പേരും എത്തിയിട്ടുണ്ട്. അവര് 3 പേരും എത്തിയത് മങ്കി കിങ്ങിനെ പരാജയപ്പെടുത്താനാണ്. ആദ്യം ടൈഗർ ആണ് മങ്കി കിങ്ങുമായിട്ട് ഏറ്റുമുട്ടിയത്. എന്നാൽ ടൈഗറിനെ മങ്കി കിങ് പരാജയപ്പെടുത്തി കൊന്നുകളഞ്ഞു. അതിനുശേഷം ഓൾമൈറ്റി ഫൂട്ട് ആണ് മങ്കി കിങ്ങുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. സോ അദ്ദേഹത്തിന്റെ ചെറിയ കാല് വളരെ ശക്തിയുള്ള വലിയ കാലായതായി കാണാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓൾമൈറ്റി ഫൂട്ട് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തെയും മങ്കി കിങ് പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കാല് മങ്കി കിങ് കുത്തി കീറി. അവസാനം പ്രിൻസ് ആണ് മങ്കി കിങ്
കിങ്ങുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. അവിടെയും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആ ഫൈറ്റിൽ പ്രിൻസിനെ മങ്കി കിങ് പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ ഭസ്മമാക്കി കളയുകയും ചെയ്തു. അവസാനം ഇപ്പോൾ അവിടെ ആകെ ബാക്കിയുള്ളത് ചെൻസാങ് മാത്രമാണ്. സോ മങ്കി കിങ് ചെൻസാങ്ങിനെ ഇല്ലാതെയാക്കാനായി പോവുകയാണ്. എന്നാൽ ചെൻസാങ് ഇപ്പോഴും ബുദ്ധയുടെ പേരിൽ പ്രാർത്ഥിക്കുകയാണ്. സോ ഇവിടെ ചെൻസാങ്ങിനെ രക്ഷിക്കാനായി എത്തിയത് വേറെ ആരുമല്ല, ദുവാനാണ്. അപ്പോൾ ഇവിടെ ദുവാനും അതേപോലെ മങ്കി കിങ്ങും തമ്മിലുള്ള ഫൈറ്റ് ആണ്. പുള്ളിക്കാരിയോട് രക്ഷപ്പെടാനായിട്ട് ചെൻസാങ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ മങ്കി കിങ്ങുമായിട്ട് ദുവാൻ ഫൈറ്റ് ചെയ്യാൻ ചെന്നു. എന്നാൽ അവസാനം ദുവാനെയും മങ്കി കിങ് പരാജയപ്പെടുത്തി. ഇവിടെ ദുവാന് മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. പുള്ളിക്കാരി അവസാനമായിട്ട് ചെൻസാങ്ങിനോട് ചോദിച്ചത് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ എന്നാണ്. അപ്പോൾ തന്റെ ഇഷ്ടവും ചെൻസാങ് പുള്ളിക്കാരിയോട് തുറന്നു പറയുകയാണ്. അതായത് എനിക്കും നിന്നെ ഇഷ്ടമായിരുന്നു, നിന്നെ കണ്ട ആ ദിവസം മുതൽ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ദുവാന് സന്തോഷമായി. പക്ഷേ പുള്ളിക്കാരി മരണപ്പെട്ടു. ചെൻസാങ് ദുവാനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. അതേപോലെ പുള്ളിക്കാരിയുടെ മാജിക് ബാങ്കിൾ ചെൻസാങ് മോതിരമായി ധരിക്കുകയും ചെയ്തു. ഇവിടെ പെട്ടെന്ന് മങ്കി കിങ് കാണുന്നത് ചെൻസാങ് പ്രകാശിക്കുന്നതാണ്. അതായത് ചെൻസാങ്ങിന്റെ പ്രാർത്ഥനയൊക്കെ ബുദ്ധ കേട്ടു. ചെൻസാങ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത് ബുദ്ധ സൂത്രയാണ്. അപ്പോൾ അവിടുത്തെ കല്ലുകളൊക്കെ പൊട്ടി വീഴുന്നത് കാണാം. അതേപോലെ അവിടെ വലിയ ഒരു ബുദ്ധയുടെ പ്രതിമയും കാണാം. ഇത് കണ്ട് മങ്കി കിങ്ങിന് ദേഷ്യം വന്നു. കാരണം അവന് മനസ്സിലായി അവന് ബുദ്ധയുടെ അടുത്തുനിന്ന് രക്ഷയില്ല എന്ന്. ഫൈനലി ബുദ്ധ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മങ്കി കിങ്ങിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. കഥയുടെ അവസാനം ചെൻസാങ്ങിനെ അവന്റെ മാസ്റ്റർ അഭിനന്ദിക്കുകയാണ്. അവൻ അവന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചതിന്. എന്റെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല, ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടത്രേ എന്ന് പറഞ്ഞ് വലിയ വലിയ ലക്ഷ്യത്തിനായി ചെൻസാങ് തന്റെ യാത്ര ആരംഭിച്ചു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.